ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എന്ന് പറയാം, ഒരു ഹെയർ ക്രൗൺ എന്ന് പറയാം. ഇത് ശരിക്കും ബാത്യൂസിന് വേണ്ടി ഒരു കസ്റ്റമൈസേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വൈറ്റ് പേള് തന്നെ. ഞാനത് കംപ്ലീറ്റ് 0.4 വയറിൽ ഒരു ലെയർ കംപ്ലീറ്റ് കോർത്തെടുത്തിട്ടാണ് ഞാനത് ചെയ്യാറ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കംപ്ലീറ്റ് ബീഡ്സ് ഞാനത് കോർത്തെടുത്തു. എന്നിട്ട് നമ്മുടെ സിൽവർ കളറിലെ മെറ്റാലിക് ബോ എടുത്തിട്ട് അതിൻ്റെ സൈഡ് നന്നായി ടൈറ്റ് ചെയ്തു. നന്നായി അതിന് വയർ നന്നായി ചുറ്റിയതിന് ശേഷം ഈ 2 ബീഡ്സ് വെച്ച് ഞാൻ ഓരോ ലെയറും ഒരു 5 ലെയർ അങ്ങനെ ഞാൻ ചുറ്റിയെടുക്കുന്നു. ഓക്കെ, ഓരോ പ്രാവശ്യം 2 ബീഡ്സ് വെച്ചിട്ട് ചുറ്റിയെടുക്കുന്നു. അതിനുശേഷം വീണ്ടും 2 ബീഡ്സ് ഇടുക, വീണ്ടും അതിനൊന്ന് ചുറ്റിയെടുക്കുക. അങ്ങനെ ഒരു 5 ലെയർ. ഇതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം. ഒരു 2 ലെയറോ 3 ലെയറോ എഴുതിയിട്ട് വീണ്ടും ഫ്ലവർ വയ്ക്കണമെങ്കിൽ ഫ്ലവർ വയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി ചെയ്യാം. ഇത് ഞാനൊരു 5 ഫ്ലവർ വെച്ചതിന് ശേഷം ടിയാര ഫ്ലവർ ഞാൻ ഒട്ടിക്കുന്നതല്ല, ശരിക്കും അതിൻ്റെ ഒപ്പം കോർത്ത് പോയാണ് ചെയ്തത്. ടിയാര ഫ്ലവർ എടുത്തു, അതിനകത്തേക്ക് വീണ്ടും ഒരു വൈറ്റ് ബീഡ്സ് ഇട്ടതിന് ശേഷം പുറത്തേക്ക് കോർത്തെടുത്തതാണ്. അപ്പോൾ ആ ടിയാര ഫ്ലവർ ഒന്നും ഒന്നും ചെയ്യത്തില്ല, നല്ല ടൈറ്റായി തന്നെ ഇരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ടിയാര ഫ്ലവറിനെ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് അവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം കോർത്തെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അത് ചിലർ പറയും ഇങ്ങനെ ആടുന്നുണ്ട്, അങ്ങനെ വരത്തില്ല. ടിയാര ഫ്ലവറിനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഫ്ലവറിലൊന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 5 ലെയർ അങ്ങനെ ഞാനത് കംപ്ലീറ്റ് കോർത്തെടുത്തു. ഓക്കെ, അതിനുശേഷം അവസാനം അത് കട്ട് ചെയ്യുന്ന സമയത്തും 5 ലെയർ കോർത്തതിന് ശേഷം നന്നായിട്ട് ആ സൈഡ് നന്നായിട്ട് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം ലാസ്റ്റ് ഒന്ന് നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ. അടുത്ത് അതിൽ ഈ 5 ലെയർ ഞാൻ ചെയ്തില്ലേ, 5 ലെയർ കഴിഞ്ഞിട്ട് ഒരു ടിയാര ഫ്ലവർ, ഈ 5 ലെയറിൻ്റെ പുറത്തും ഈ സിൽവർ കളർ സ്റ്റോൺ ചെയിൻ, ആ 5 ലെയറിന് ആവശ്യമായ സ്റ്റോൺ ചെയിൻ ഞാൻ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ പുറത്ത് ഞാൻ ഒട്ടിച്ചു. ഈ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ ഗമ്മുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഗമ്മ് വെച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മുടെ കയ്യിൽ വരും. അപ്പോൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഗമ്മില്ലാതെ നമ്മളതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം അത് നമ്മൾ ആ ടിയാര ഫ്ലവറിൻ്റെ ഈ രണ്ട് ലെയർ വെച്ചിട്ടാണ് നമ്മൾ മുത്തിടുന്നത്. ഓരോ 5 ലെയർ ഇടുമ്പോൾ ഓരോ ലെയറിൽ നമ്മൾ 2 മുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. ആ ബീഡ്സിൻ്റെ സെൻറ്ററിലുള്ള പോർഷനിൽ ആ ഗ്യാപ്പിലാണ് നമ്മൾ ആ ടിയാര ഫ്ലവർ സ്റ്റോൺ ചെയിൻ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ചെയിൻ കറക്റ്റായിട്ട് ഇരിക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം. അപ്പോൾ ശ്രദ്ധിക്കണം. അതിന് ശേഷം എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളത് വെച്ചിട്ടും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഇളകി വന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് അതിനുശേഷം ഇത് നമ്മൾ കംപ്ലീറ്റ് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് അത് സെൻറ്ററൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെൻറ്ററൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അതെല്ലാം നല്ല നീറ്റായിട്ടിരിക്കും. അതിനുശേഷം നമുക്കതിൽ പോളൻ പോലെ വെക്കാനായിട്ട് നമുക്ക് പോളൻ അല്ല ഞാൻ എടുത്തിരിക്കുന്നത്, അവർക്ക് വൈറ്റ് ബീഡ്സ് ഉള്ളത് തന്നെ ചെയ്യണം. അപ്പോൾ ആ വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ഫസ്റ്റ് 0.4 വയർ എടുത്തു. എടുക്കുന്ന വയറിനെ നേരെ സെൻറ്ററായിട്ട് പോർഷൻ കട്ട് ചെയ്യുക. സെൻറ്ററിലേക്ക് ഒരു ബീഡ്സ് ഇട്ടിട്ട് അതിനൊരു 4-5 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡിലും 2 വയറിലും ഓരോ ബീഡ്സ് ഇട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇതുപോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതുപോലെ ഞാൻ കുറച്ച് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ നമ്മൾ ഈ ടിയാര ഫ്ലവറിലെ ആ ടിയാര ഫ്ലവറിൻ്റെ സൈഡിലേക്ക്, ഈ ടിയാര ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇട്ടിരിക്കുന്നത് വൈറ്റ് ബീഡ്സ് ആണ്. ഈ ബീഡ്സിന് പകരം നമ്മുടെ സ്റ്റോണില്ലേ, ക്ലിപ്പ് സ്റ്റോൺ, അത് പല കളറിലുണ്ട്. ക്ലിപ്പ് സ്റ്റോൺ വേണമെങ്കിൽ ഇടാം. അവർക്ക് ഫുൾ വൈറ്റ് വേണമെന്നുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ വൈറ്റ് തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ ആ പോളന് പകരം ചെയ്തു വെച്ചിരിക്കുന്ന ബീഡ്സ് ഞാൻ കറക്റ്റ് അവിടെ ഞാൻ ഒട്ടിക്കുകയല്ല ചെയ്യുന്നത്, ശരിക്കും അതിനനുസരിച്ചുള്ള ലെങ്തിൽ കട്ട് ചെയ്തിട്ട് അവിടെ നന്നായിട്ട് ചുറ്റി തന്നെ വെക്കുകയാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുക. കാരണം അതിൻ്റെ അടിയിൽ നമുക്കങ്ങനെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ലെങ്ത് നോക്കിയിട്ട് നന്നായിട്ട് അവിടെ ചെയ്തെടുത്തു. നോക്കി, അത് ശരിക്കും ഈ ടിയാര ഫ്ലവർ മാത്രം വെച്ച് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഇതുകൂടെ വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെയുള്ള കസ്റ്റമൈസേഷനൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടത്. അപ്പോൾ നോക്കി, ഇത് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇത് ചെയ്തു വന്നപ്പോൾ വളരെ മനോഹരമായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.